മൂന്നാം ലോക മഹായുദ്ധ ഭീതിയിലാണ് ലോകം ഇപ്പോൾ. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ഇറാൻ ഇസ്രയേൽ സംഘർഷം, ഉക്രൈൻ റഷ്യ സംഘർഷം, ഇസ്രയേൽ ഗാസ സംഘർഷം, എല്ലാം ഒരു ഭീതിയുടെ നിഴലിലാണ് ലോകം നോക്കിക്കാണുന്നത്. ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിപ്പിക്കാനും സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കാനും ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. എന്നാൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ചു എന്ന് പറയാം. എന്നാൽ ഇത് വീണ്ടും ആരംഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല. കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിശബ്ദമായ നിഴൽ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രയേലിന്റെ പ്രചാരണത്തിൽ അമേരിക്ക പരസ്യമായി പങ്കുചേർന്നതോടെയാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ അവകാശവാദം മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ശേഖരവും ലണ്ടനെ ആക്രമിക്കാൻ കഴിവുള്ള 1 ടൺ വാർ ഹെഡുകൾ നിർമ്മിക്കുന്നു. ഇതാണ് ആ വാർത്ത. ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് ഈ നീക്കം നടന്നതെന്നാണ് ഇസ്രയേലിന്റെ വാദം. അമേരിക്കയും ഇതിൽ പങ്കാളികളാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇറാനെ ആക്രമിച്ചതിന് ശേഷം രാജ്യത്തിന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ജൂൺ 13-ന് ഇറാനെതിരായ ആക്രമണത്തിന്റെ ലക്ഷ്യം ഇതൊന്നും ആയിരുന്നില്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഒറൈൻ മാർമൂസ്റ്റീൻ പറഞ്ഞു. 2 അസ്തിത്വ ഭീഷണികൾ ഉന്നയിച്ചാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നാണ് മാർമൂസ്റ്റീന്റെ വാദം. 1 ആണവായുധം. ഇറാൻ ഒരു ബോംബ് നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിരുന്നു. അത് ലോകത്തിന് ഭീഷണിയായതുകൊണ്ടാണ് അപ്പോൾ തന്നെ പ്രവർത്തിച്ചതെന്ന് മാർമൂസ്റ്റീൻ പറയുന്നു. രണ്ടാമത്തേത് ബാലിസ്റ്റിക് ഭീഷണി. ഇതാണ് പ്രധാനമായും ആക്രമണത്തിലേക്ക് വഴിവെച്ചതെന്നാണ് മാർമൂസ്റ്റീൻ പറഞ്ഞത്. ലോകത്തിലെ 1-ാം നമ്പർ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാതാവാകാൻ ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെന്നും ഇസ്രയേൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കിയതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. 9 ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നുവെന്നും ആയുധവൽക്കരണത്തിൽ അതിരുകടന്ന വേഗതയും ഇറാൻ കൈവരിക്കുന്നുവെന്നും ഇസ്രയേൽ പറയുന്നു. ആണവ, ബാലിസ്റ്റിക്, ഭൗതിക അധിനിവേശം എന്നീ 3 ഘടകങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതെല്ലാമെന്നും മാർമൂസ്റ്റീൻ പറയുന്നു. 9 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാനിൽ ഇതിനകമുണ്ടെന്നാണ് അമേരിക്കയും ഇസ്രയേലും ഉറച്ച വിശ്വാസത്തിൽ പറയുന്നത്. ഫോർഡോ ആണവ നിലയത്തിൽ അമേരിക്ക ബോംബാക്രമണം നടത്തുന്നതിന് മുമ്പ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ആണവ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ആണവ വസ്തുക്കൾ കാരണമായേക്കാവുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നു. വർദ്ധിച്ചു വരുന്ന സംഘർഷം സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല. അത് വരുത്തിവെക്കുന്നത് 3-ാം ലോക മഹായുദ്ധമാകാം.